അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. രാജസ്ഥാൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത് ജോധ്പൂരിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജയ്പൂരിൽ നിന്ന് രാത്രി ട്രെയിനൊക്കെ കയറി രാവിലെ ഇവിടെ വന്നു, റൂം എടുത്തു, ഫ്രഷായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ജോധ്പൂരിലെ കുറേയധികം സൈറ്റ് സീയിങ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ളൊരു ഗള്ളിയിലാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഈ ഒരു റോഡ് സ്ട്രൈറ്റ് പോകുന്നത് ജോധ്പൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ലോക്ക് ടവർ ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് മാർക്കറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ജോധ്പൂരിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാനില്ല. 1-2 ഫോർട്ടുകൾ, ഗാർഡൻസ്, ജസ്വന്ത് തട, പിന്നീട് ബ്ലൂ സിറ്റിയാണ് ജോധ്പൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൂ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണുകയാണ് ലക്ഷ്യം. അപ്പോൾ നല്ല രാവിലത്തെ സൈറ്റ് സീയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. സമയം രാവിലെ 9:30 മണിയാകുന്നു. അതെ, ഇന്ന് 3-ാം തീയതിയാണ് കേട്ടോ, നവംബർ 3-ാം തീയതി ഞായറാഴ്ച. അപ്പോൾ ഞാനങ്ങനെ ജോധ്പൂർ ടൗണിലൂടെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ഈ ഒരു മാർക്കറ്റ് സൈഡിലുള്ള ഷാഹി സമോസ എന്ന് പറയുന്നത് അത്യാവശ്യം ഫേമസ് സംഭവമാണ്. അപ്പോൾ ഇവിടെ രാവിലെ എല്ലാവരും ആൾക്കാർ എന്തൊക്കെയോ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. ലസ്സിയും സമോസയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. രാവിലെ തന്നെ ലസ്സിയൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ എൻ്റെ മോനെ. ലസ്സി എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ രാവിലെ തന്നെ തണുത്ത ലസ്സിയും കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും കഴിക്കണ്ടോ നോക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് മെഹ്റാൻഗഡ് ഫോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കാണുന്നതാണ് അവിടുത്തെ ക്ലോക്ക് ടവർ. കണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ നമ്മൾ വരുന്നുണ്ട്. വൈകുന്നേരത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കേട്ട് കടകൾ തുറക്കുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ ആ ഒരു ഫോർട്ടിലോട്ട് ഇങ്ങനെ ഓട്ടോറിക്ഷ പിടിച്ച് പോകാറുണ്ടോ. സെറ്റ് ഓക്കെ. അപ്പോൾ ഞാൻ ഓട്ടോ കയറിയിട്ട് നമ്മുടെ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അകത്ത് കയറാനായിട്ട്. വളരെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആളെ അകത്തോട്ട് കയറ്റി വിടുന്നത്. അപ്പോൾ എന്തായാലും അകത്തോട്ട് കയറട്ടെ. ഒരു രക്ഷ സാധനം കേട്ടോ, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കയറട്ടെ. അപ്പോൾ നമ്മൾ ഫോർട്ടിനകത്തോട്ട് കയറാനായിട്ട് പോകുകയാണ് കേട്ടോ. ഭയങ്കര തിരക്ക്. രാവിലെ 9:30 മണി ആയതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഫോർട്ടിനകത്തേക്ക് കയറുകയാണ്. അകത്ത് ടിക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അറിയാം നമുക്ക് എത്ര രൂപ കാര്യങ്ങളെന്നൊക്കെ. അത്യാവശ്യം നല്ല റേറ്റ് കാണും എന്തായാലും. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ജയ്പോൾ അങ്ങനെ എന്തോ കൊണ്ടാണ് ഈ ഒരു കവാടത്തിൻ്റെ പേര് കേട്ടോ. ഈ ഒരു കോട്ട പണിഞ്ഞ സമയത്ത് ഇതൊരു യുദ്ധം ജയിച്ച് അതിൻ്റെ ഒരു സക്സസ് ആയിട്ടൊക്കെയാണ് ഇത് പണിഞ്ഞത്. അപ്പോൾ ആ ഒരു സമയത്ത് പണി കഴിപ്പിച്ച സാധനമാണ് കണ്ടില്ലേ. കയറട്ടെ. ഇവിടെ ആക്ച്വലി 2 തരത്തിലുള്ള എൻട്രി ആണുള്ളത്. ഒന്ന് എലവേറ്ററും ഒന്ന് നോർമൽ എൻട്രിയും ഒക്കെ. ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 200 രൂപയാണ്. എലവേറ്ററിൽ ആക്ച്വലി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പോകാനായിട്ട് വരുന്നുണ്ട്. ചെറിയൊരു ലിഫ്റ്റ് സംവിധാനമുണ്ട്, 1 വേ മാത്രമായിട്ട്. അപ്പോൾ അതില്ലാത്ത ആൾക്കാർക്ക് ഇതുവഴി നടന്ന് പോകണം. ലിഫ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ കയറി പോയി കഴിഞ്ഞാൽ 50 രൂപ അഡീഷണൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലിഫ്റ്റിൻ്റെ ടിക്കറ്റ് കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ലിഫ്റ്റിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അകത്തോട്ട് പോട്ടെ. അപ്പോൾ ലിഫ്റ്റിൽ കയറാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ക്യൂവിൽ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ബാക്കിലോട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് കഴിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് ആ ഒരു ഫോർട്ടിൻ്റെ കാഴ്ചയൊക്കെ നല്ലപോലെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഇതാണ് ലിഫ്റ്റ്. ഈ ഒരു ലിഫ്റ്റ് വഴിയാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ഫോർട്ടിൻ്റെ ആദ്യത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇതിനകത്തോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റി. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സൈഡിലോട്ട് വന്നിട്ട് ഇവിടെ നിന്നുണ്ടോ ഒരു വ്യൂ കാണിച്ചിട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ജോധ്പൂർ സിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് സീ, ഓ മൈ ഗോഡ്, രക്ഷയില്ല. ബ്ലൂ സിറ്റിയാണ് ആക്ച്വലി. കണ്ട, അതായത് കൂടുതൽ ബിൽഡിങ്ങുകളും നീല കളറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഒരു താജ്മഹൽ കണക്കൊരു സംഭവം. ഞാൻ സൂം ചെയ്ത് വെച്ചാൽ കണ്ട, അടിപൊളി. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ ഇവിടുന്ന്. ഫോട്ടോ ഒരു രക്ഷയില്ല കേട്ടോ കാണാനായിട്ട്. 200 രൂപ കൊടുത്താൽ വസൂലാണ്. അത്യാവശ്യം ഇഷ്ടം പോലെ സാധനങ്ങൾ കാണാനുണ്ട് കേട്ടോ. പോളി. മെഹ്റാൻഗഡ് ഫോർട്ടിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ജോധ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ഹിസ്റ്റോറിക് ഫോർട്ടാണ് ഈ ഒരു മെഹ്റാൻഗഡ് ഫോർട്ട് എന്നറിയപ്പെടുന്നത്. ഏകദേശം 122 മീറ്റർ ഉയരത്തിലായിട്ടുള്ള ഒരു മലനിരകളുടെ മുകളിലാണ് ഈ ഒരു സംഭവം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1200 ഏക്കറിലായിട്ടാണ് ഈ ഒരു കംപ്ലീറ്റ് ഫോർട്ട് ആക്ച്വലി വ്യാപിച്ച് ഇങ്ങനെ കിടക്കുന്നത്.
1459 രജ്പുത്ത് റൂളറായിരുന്ന റാവു ജോധയാണ് ആക്ച്വലി ഈ ഒരു സംഭവം പണി കഴിപ്പിച്ചത്. കണ്ടില്ലേ, അടിപൊളി ഒരു ഫോർട്ട്. കിടിലം. അങ്ങനെ മെഹ്റാൻഘട്ടിലെ കാഴ്ചകളും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ താഴോട്ട് തന്നെ ഇറങ്ങി പോവുകയാണ്. നമുക്ക് ഒരു സൈഡിലോട്ട് മാത്രമേ ലിഫ്റ്റ് കിട്ടത്തുള്ളൂ. താഴോട്ട് നമ്മൾ തിരിച്ചിങ്ങനെ പതുക്കെ നൈസിന് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ട കോട്ടയുടെ സൈഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, കിട്ടില്ലം വ്യൂ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ പതുക്കെ താഴോട്ട് പോകണം. താഴോട്ട് പോയിട്ട് നമ്മൾ ഇനി അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അപ്പോൾ എന്താ ഞാൻ പതുക്കെ താഴോട്ട് നടക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മെഹ്റാൻഘട്ട് ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്വന്ത്ധാട എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അതിന് തൊട്ടടുത്തുള്ളൊരു സ്ഥലമാണ്. നമുക്ക് നടന്നു വരാവുന്നതേ ഉള്ളായിരുന്നു ആക്ച്വലി. ഓട്ടോറിക്ഷയ്ക്കകത്ത് കയറി 50 രൂപ കൊടുക്കേണ്ടി വന്നു. ആ കാണുന്നതാണ് ജസ്വന്ത്ധാട. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ ഈ കാണുന്നത് ദേവ്കുണ്ടെന്ന് പറയുന്ന ഒരു നാച്ചുറലി ഫോം ചെയ്തിട്ടുള്ളൊരു ലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളത് ഒരു ചെറിയൊരു കൈൻഡ് ഓഫ് മരുഭൂമിയാണ്. അപ്പോൾ ആ ഒരു ലേക്കിൻ്റെ സൈഡിലായിട്ടാണ് ആ ഒരു ജസ്വന്ത്ധാട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇവിടെ കണ്ടിട്ടുണ്ട് ഇതൊരു ഫ്രഷ് വാട്ടർ ലേക്കാണെന്നുള്ളത്. 3-4 സമയത്തുള്ളത്. അപ്പോൾ ബേഡ്സും സംഭവങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്വന്ത്ധാടയുടെ അങ്ങോട്ട് പോട്ടെ. ഇവിടെയൊക്കെ പാറ അടുക്കി വെച്ചിരിക്കുന്ന നോക്കിയാണ്, നൈസായിട്ട് വെച്ചേക്കുന്നതൊക്കെ. അടിപൊളി. നല്ല വെയിലുണ്ട് കേട്ടോ. കൊട്ട വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ട വെയിൽ. ഇവിടെ ടിക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തോട്ട് കയറട്ടെ. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ജസ്വന്ത്ധാടയിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 30 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ പ്രൈസ്. ഇത് ആക്ച്വലി 1899 നിർമ്മിച്ച ഒരു ശവകുടീരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അതായത് ഇതെന്താ പറയുക, മഹാരാജ സർദാർ സിംഗ് ജോധ്പൂരിൻ്റെ രാജാവായിരുന്നു. പുള്ളിയുടെ അച്ഛൻ, അതായത് മഹാരാജ ജസ്വന്ത് സിംഗ് രണ്ടാമന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു എന്താ പറയുക ശവകുടീരമാണ് ഈ ജസ്വന്ത്ധാട എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഫുള്ള് മാർബിളൊക്കെ കൊണ്ട് പണി കഴിപ്പിച്ചിരിക്കുക. കണ്ടൊരു അമ്പലമാണെന്ന് നമുക്ക് തോന്നും. പുറമെ നിന്നിട്ട് 30 രൂപ മാത്രമേ ടിക്കറ്റ് ചാർജ് ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് നടന്നു നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു ജസ്വന്ത്ധാടയുടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെഹ്റാൻ ഫോർട്ടിൻ്റെ സൈഡിലുള്ള ഒരു കോട്ടയുടെ ബാക്കിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. കണ്ട ഫുള്ള ഒരു കോട്ട എങ്ങനെ പണിഞ്ഞിട്ടിരിക്കുകയാണ് ഈ ഒരു മലയുടെ ഫുള്ള് മുകളിലായിട്ട്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ജോധ്പൂർ ടൗണും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇത് കണ്ടില്ലേ, ആൻഡ് ജസ്വന്ത്ധാട. അപ്പോൾ ബ്ലൂ സിറ്റിയിലൂടെ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നോക്കി ഫുള്ള് നീല നിറത്തിലുള്ള വീടുകളും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഒരു രക്ഷയില്ല കേട്ടോ. വൈബെന്ന് വെച്ചാൽ ജാതി വൈബ്. ഈ കുഞ്ഞു കുഞ്ഞു സ്ട്രീറ്റുകളാണ്. ആ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലായിട്ട് എന്താ പറയുക ഫുള്ള് നീല നിറത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു നീല നിറത്തിന് പിന്നിൽ 1-2 കഥകളുണ്ട്. ഒന്ന്, ഈ ഒരു ജോധ്പൂർ ഏരിയയിലുള്ള ബ്രാഹ്മണരാണ് ആദ്യത്തെ ഒരു സമയത്ത് അവരുടെ വീടുകളിൽ ഈ നീല കളർ അടിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു സമൂഹം ജീവിക്കുന്ന ആ ഒരു ചുറ്റുപാടുകളെ പെട്ടെന്ന് ആൾക്കാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നൊരു സംസാരം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ളത് ഈ ഒരു നീല നിറം പറയുന്നത് ഇൻസെക്ട്സും കാര്യങ്ങളൊന്നും അധികം അടുക്കത്തില്ല എന്നതാണ് ആ ഒരു കളർ കോൺട്രാസ്റ്റിൻ്റെ ഒരു നിർവചനം എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ ഒരു നീല നിറം അടിച്ചതിന് പിന്നിൽ എന്ന് പറയുന്നു. പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രാജസ്ഥാൻ പൊതുവെ അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലമാണല്ലോ. അപ്പം നീല നിറം വലിയ രീതിയിൽ ചൂടിനെ അകത്തേക്ക് കടത്തി വിടില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ഈ ഒരു 3 റീസണാണ് ബേസിക്കലി ജോധ്പൂരിലെ ഈ ഒരു ബ്ലൂ സിറ്റിക്ക് പുറകിൽ. അതായത് ഒരു ഏരിയയിലുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, എങ്കിലും ചില ഏരിയകളിൽ സ്പെസിഫൈ ചെയ്തിട്ട് അവിടുത്തെ ഒരു 90% വീടുകളും കണക്ക് നീല കളറിലൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതേ കണ്ടില്ല, ഇവിടെ നിന്നിട്ടുള്ള രസം നോക്കിയോ, അയ്യോ നല്ല രസമാണ് കേട്ടോ. ഓ അടിപൊളി സെറ്റ്. അപ്പോൾ ബ്ലൂ സിറ്റിയിൽ നിന്നൊക്കെ ഞാൻ തിരിച്ച് നേരെ റൂമിൽ വന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തോട്ടിറങ്ങി. വൈകുന്നേരം സമയം ഇപ്പോൾ 5 മണിയാവുന്നു. ഈ ഒരു ഏരിയ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റ് ഏരിയ ആണ്. ഞങ്ങൾ ദൂരെ ഒരു ക്ലോക്ക് ടവർ കാണുന്നുണ്ടോ? ആ ക്ലോക്ക് ടവറും അതിനടുത്ത് നോക്കിയായിട്ട് ഭയങ്കരമായിട്ട് ഒരു ബസാറാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രീറ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ റോഡിൻ്റെ 2 സൈഡിലായിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റ് ഷോപ്പിങ്ങും ഈ ഒരു സംഭവങ്ങളൊക്കെ ആസ്വദിക്കുക, എന്തെങ്കിലുമൊക്കെ നാട്ടിലോട്ട് പോകുമ്പോൾ മേടിക്കുക എന്നുള്ളതാണ്
പിന്നെ ദിവാലി ആയതുകൊണ്ട് നമ്മൾ ദിവാലി സ്വീറ്റ്സ് ഒന്നും മേടിച്ചില്ല. അപ്പോൾ ഇവിടെ നല്ലൊരു സ്വീറ്റ് ഷോപ്പും കാര്യങ്ങളൊക്കെ തൊട്ട് ഫ്രണ്ടിലായിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അതൊക്കെ മേടിക്കണം. അതൊക്കെയാണ് ഈ ഒരു വൈകുന്നേരത്തെ പരിപാടി കേട്ടോ. എന്തായാലും ഞാൻ അങ്ങോട്ട് നടന്നു പോട്ടെ, ബാക്കിയൊക്കെ പോകുന്ന വഴിക്ക് കാണാനിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്വീറ്റ് ബോക്സ് മേടിക്കാനായിട്ട് ഈ ഒരു ജനത സ്വീറ്റ് ഹോമിലാണ് വന്നത്. ജോധ്പൂരിലെ ഭയങ്കര ഫേമസ് സ്വീറ്റ് സ്റ്റാളാണ് കേട്ടോ. റിവ്യൂസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മിക്സഡ് സ്വീറ്റ്സ് മേടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് വന്നിരിക്കുന്നത്. അകത്തോട്ട് പോയി നോക്കട്ടെ കേട്ടോ. ഒരു ജോധ്പൂർ ജയ്പൂർ ഏരിയകൾ രാജസ്ഥാനിലേക്ക് ഒരു കച്ചോരി ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ഇവിടെ പ്യാസ് കച്ചോരി, മിർച്ചി കച്ചോരി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടും. അതുപോലെ തന്നെ മിർച്ചി ബജിയൊക്കെ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം നല്ല ഏരിയ ഉള്ള ബജിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കച്ചോരിയാണ് ഈ ഉള്ളത്. ഈ ഒരു സാധനം ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് വെച്ചിട്ട് നൈസിൽ നിന്ന് കഴിക്കുന്നവരാണ് കേട്ടോ. ഇതെല്ലാം കച്ചോരി ഇരുന്ന് കഴിക്കുന്ന ടീമുകളാണ്. കച്ചോരി അല്ലെങ്കിൽ ആ ഒരു ബജിയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വൈകുന്നേരങ്ങളിൽ വന്നിട്ട് നല്ല ചൂട് സാധനമാണ് കിട്ടില്ലായിട്ട്. ഇവിടെ കണ്ടില്ല ചൂട് ഹോട്ട് ജിലേബിയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ കവറിലിട്ടുകൊണ്ട് മേടിക്കുന്ന നോക്കിയിട്ട് ഒറ്റ മോനെ ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ കുറച്ച് സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ട്. എന്തായാലും 2 കിലോ. ഇത് 1 കിലോയ്ക്ക് 560 രൂപയാണ് കേട്ടോ. 1 കിലോയ്ക്ക് 560 മിക്സഡ് സ്വീറ്റ്സ് നമുക്ക് കിട്ടും. ജോധ്പൂരിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്വീറ്റ് ഷോപ്പാണ്. വൈകുന്നേരം 5 മണി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, പൊളി. അങ്ങനെ നടന്ന് ഞാൻ ഈ ഒരു മാർക്കറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെറും ലോക്കൽ മാർക്കറ്റാണ് ആക്ച്വലി. നല്ല രീതിയിൽ വില കുറഞ്ഞൊക്കെ കുറേയധികം സാധനങ്ങളും സംഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. അതിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു വലിയ ക്ലോക്ക് ടവർ നമുക്ക് കാണാം. വർക്കിംഗ് ക്ലോക്ക് ടവറാണ് കേട്ടോ. 5:45 മണിയാവുന്നു. ഫുള്ള് ഹോണടിയാണ്. ഹോണടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ജാതി ഹോണടി മോനെ. അപ്പോൾ ഞാനെങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഈ ഒരു ഏരിയയിൽ. ക്ലോക്ക് ടവറിന് 1-2 ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് മറ്റേ മാർക്കറ്റിലോട്ട് പോയിട്ട് എന്തെങ്കിലും കൽക്കുലത്ത് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പോൾ 1910 ആക്ച്വലി ഈ ഒരു ക്ലോക്ക് ടവർ ഇവിടെ സ്ഥാപിച്ചത്. ഇതിനകത്ത് മുകളിലോട്ട് പോകാനായിട്ട് ടിക്കറ്റ് ചാർജൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യക്കാർക്ക് 25 രൂപയും ഫോറിനേഴ്സിന് 100 രൂപയുമാണ് ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേ ഈ ഒരു മുകളിൽ പോയിട്ട് അവിടുന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇവിടുത്തെ എൻ്റെ ജോധ്പൂർ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ആ ഒരു മാർക്കറ്റിന് ചുറ്റുമുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്. നമ്മൾ രാവിലെ പോയ ഒരു മെഹ്റാൻഗഡ് കോട്ടയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. സർദാർ മാർക്കറ്റ് എന്നാണ് ഈ ഒരു മാർക്കറ്റ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കവാടമൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ആ ഒരു ക്ലോക്ക് ടവറിന് ചുറ്റും ഒന്ന് കറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോകാട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം മാർക്കറ്റൊക്കെ കണ്ടിട്ട് റൂമിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ഇന്നിപ്പം ഏതാണ് ദിവസം, നവംബർ 4-ാം തീയതി തിങ്കളാഴ്ച ഞാൻ ജസ്റ്റ് ജോധ്പൂരിൽ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്ന് നമ്മൾ 2 ലൊക്കേഷൻസ് കാണാൻ പോകുന്നുണ്ട്. ഒന്ന് മാൻഡോർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലവും പിന്നീട് ഉമൈദ് ഭവൻ മ്യൂസിയവും. അപ്പോൾ അത് രണ്ടും കവർ ആക്കുകയാണ് ഇന്നത്തെ ലക്ഷ്യം. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ട ഇപ്പോൾ ജോധ്പൂരിൻ്റെ ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. രാവിലെ 9:30 മണിയാവുന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് കടകളൊക്കെ തുറക്കാനുള്ള പരിപാടിയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു റോഡ് ഫുൾ ടൈം മാർക്കറ്റാണ് കേട്ടോ. ഫുൾ ടൈം എപ്പോഴും ഓണായിരിക്കും കടകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് ഫുഡ് കഴിക്കണം. എന്നിട്ട് ഒരു ഓട്ടോ പിടിച്ചിട്ട് വേണം മാൻഡോർ ഗാർഡനിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് മണ്ടോർ ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേര് കേട്ടതുപോലെ തന്നെ അതൊരു ഗാർഡനാണ്. പക്ഷേ അതിനുള്ളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാനൊരു ഇലക്ട്രിക് ഓട്ടോ പിടിച്ചിട്ട് നേരെ ഇങ്ങനെ പോവുകയാണ്. ബസ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. രാജസ്ഥാനിലെ ബസ്സുകളിലൊക്കെ കയറി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ റിസ്ക് ലെവലാണ് നമ്മളെടുക്കുന്നത്. അമ്മാതിരി വണ്ടികളാണ് ഇവിടത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ ഒരു ഓട്ടോറിക്ഷ പിടിച്ചത് പോകുന്നതാണ് എന്ന് കരുതിയിട്ട് ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നടന്ന് മണ്ടോർ ഉദ്യാൻ അവിടെ എത്തിയിട്ടുണ്ട്. മണ്ടോർ ഗാർഡനിലേക്ക് കയറി പോകുന്ന വഴിയാണ് കേട്ടോ. വണ്ടിക്ക് അകത്ത് കയറുന്നതിന് പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയിട്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം അകത്തോട്ടേക്ക് കയറാനായിട്ട്. വലിയ റേറ്റൊന്നുമില്ല, ചുമ്മാ നടന്ന് കാണുന്ന സംഭവങ്ങളായതുകൊണ്ട് തന്നെ റേറ്റ് വലിയ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അകത്തോട്ട് പോയി നോക്കട്ടെ എന്തായാലും. അപ്പോൾ ഞാനിങ്ങനെ പാർക്ക് ഗാർഡൻ അകത്തോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കറങ്ങി കാണാനായിട്ട് ഒരു ടോയ് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻട്രി ചെയ്യുന്നതിന് ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻട്രി ഫ്രീ ആണ്. പക്ഷേ
ഇതിനകത്ത് നമുക്ക് കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ടോയ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടിക്കറ്റ് നമുക്ക് ആ ഒരു കൗണ്ടറിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ടിക്കറ്റ് എടുത്തില്ല, ഞാൻ അല്ലാണ്ട് പറന്ന് പോകാമെന്ന് വിചാരിച്ചത്. ഇത് കണ്ടില്ല, ഇവിടെ ഫുള്ള് മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡിൽ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അത് നടന്ന് കാണാനായിട്ട് കുറേ ഉള്ള സംഭവമാണ് കേട്ടോ. അത് ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുറേ ഈന്തപ്പനയോ എണ്ണപ്പനയോ സംതിങ് ഇല്ല, അതിൻ്റെ ഇതൊക്കെ കാണാം. വലിയൊരു ഗാർഡനാണ്, ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ. ഈ ഏരിയയിൽ ഇതുപോലുള്ള അമ്പലങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ഇതെല്ലാം എന്തോ സമാധി സ്ഥലങ്ങളെന്നാണ് അവർ നമ്മൾ തിരക്കിയപ്പോഴത്തേക്ക് പറഞ്ഞത്. കണ്ടില്ലേ, ഫുൾ ഏരിയയിൽ ഫുൾ ഈ ഒരു ടൈപ്പ് ഓഫ് അമ്പലങ്ങളാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. മറ്റേ ആ കൊണാർക്ക് ടെമ്പിളിലൊക്കെ പോകുന്നതൊക്കെയുള്ള ആ ഒരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ എവിടെയെന്ന് നോക്കുമ്പോഴത്തേക്ക്. ഇതേ കണ്ടില്ലേ, നൈസ്. അപ്പോൾ മണ്ടോർ ഗാർഡനിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഉമൈദ് ഭവൻ പാലസിലോട്ട് പോകാനുണ്ട്. അത് ആക്ച്വലി ഒരു ചെറിയ മ്യൂസിയങ്ങളൊക്കെ ഒരു സെറ്റപ്പാണ്. എന്തായാലും നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇപ്പോൾ ജോധ്പൂരിലൂടെയുള്ള നമ്മളുടെ സഞ്ചാരം ഇങ്ങനെ തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ്. ജോധ്പൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഉമൈദ് ഭവൻ പാലസ് എന്ന് പറയുന്നൊരു മ്യൂസിയം. അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര നോക്കണം, നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ അവന്മാർ. ഭാഗ്യം 60 രൂപയേ ഉള്ളൂ. 60 രൂപയാണ് ഇന്ത്യക്കാർക്ക്. എടുക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉമൈദ് ഭവൻ പാലസിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇതൊരു വലിയൊരു ഏരിയയിലുള്ളൊരു പഴയ കൊട്ടാരമാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഏരിയ ഫുള്ള് ആക്ച്വലി താജ് ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ട് വലിയൊരു ലക്ഷറി ഹോട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ആ ഒരു ഏരിയ നമ്മൾ ഏറ്റവും ടോപ്പിൽ വരുമ്പോഴത്തേക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ മ്യൂസിയമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ആർക്കിടെക്ചറാണ് വിഷയം സാധനം. അപ്പോൾ ഞാനെന്തായാലും അകത്തോട്ട് പോകണം. 60 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് പ്രൈസ് ഉമൈദ് ഭവൻ പാലസിനകത്ത് കയറുന്നതിന് വേണ്ടിയിട്ട്. ദേ കണ്ടില്ലേ, വിഷയം. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാലസിനകത്തോടെ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണ് ഇത്. ഉമൈദ് സിംഗ് എന്ന് പറയുന്ന പുള്ളി പണി കഴിപ്പിച്ചിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പഴയ കുറേ ഫോട്ടോസും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയൊരു ഹാളാണ്. 2 ലീഫുള്ള ഫാൻ കണ്ട, പഴയ കാലത്തെ 2 ലീഫുള്ള ഫാനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പഴയ കാലത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന്, എപ്പോൾ, എങ്ങനെ, ആര്, എന്തിന് എന്നൊക്കെയുള്ള സംഭവം കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ മാതൃക നമുക്ക് കാണാൻ പറ്റുള്ളൂ ഈ ഒരു ഉമൈദ് ഭവൻ പാലസിൻ്റെ. വലിയ സംഭവം കേട്ടോ കൊട്ടാരം. വേറെ ലെവലാണല്ലോ സാധനം. നോക്കിക്കേ, കണ്ട ഇതാണ് നമ്മളിപ്പോൾ അതിനകത്ത് കയറി നിൽക്കുന്ന സംഭവം. ഇതിനകത്തൂടാണ് നമ്മൾ കയറിയതാണ്. ഈ ഒരു സാധനം ഇതിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിട്ട് കണ്ടില്ല. ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവങ്ങളൊക്കെ കണ്ട വിഷയം കൊട്ടാരം. അപ്പോൾ ഞാനങ്ങനെ നടന്ന് ഈ ഒരു ഉമൈദ് ഭവൻ പാലസിനകത്തുള്ള ചെറിയൊരു കോർട്ട്യാർഡിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം സാവരജംഗം വസ്തുക്കളൊക്കെ കിട്ടും കേട്ടോ. കണ്ടില്ലേ, പഴയ കാലത്ത് പെയിൻ്റൊക്കെ നോക്കിക്കാണ് കുറേയൊക്കെ പോയി, എന്നാലും ബട്ട് സ്റ്റിൽ കണ്ടില്ലേ, അടിപൊളി. അപ്പോൾ പാലസൊക്കെ കണ്ടിട്ട് ഞാനിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി വലിയൊരു പാലസാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഈ ഒരു ഏരിയ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതിനപ്പുറത്തോടാണ് ശരിക്കും ആ ഒരു പാലസിൻ്റെ ബാക്കി 1/4 ഭാഗം കിടക്കുന്നത്. ആ ബാക്കെൻഡിലുള്ള ആ ബാക്ക്ഗ്രൗണ്ടിലാണ്ട് ഒരു മകുടമൊക്കെ കണ്ടില്ലേ, ആ കാണുന്ന സംഭവം അങ്ങോട്ട്, അതൊക്കെയാണ് പാലസിൻ്റെ സെൻട്രൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിലോട്ടൊന്നും നമുക്ക് സന്ദർശകർക്ക് വിസിറ്റൊന്നുമില്ല. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ പാലസിൻ്റെ മെയിൻ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല. ഈ ഒരു ഗേറ്റ് വഴി കയറി ആ ഒരു നടുക്കത്തെ ഒരു ചെറിയ ചത്തുരവും കണ്ടിറക്കിയിട്ട് നമുക്ക് തിരിച്ചിറങ്ങാവുന്നേ ഉള്ളൂ. ഇനി ഇതേ ആ ഒരു സൈഡിൽ പോയി കഴിഞ്ഞാൽ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന കുറേ വിൻറ്റേജ് കാറുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉമൈദ് ഭവൻ പാലസിൻ്റെ പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. ഇവിടെ ചെറിയൊരു എന്താ പറയുക, പൂന്തോട്ടമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലോണൊക്കെ അടിപൊളിയായിട്ട് പോച്ചയൊക്കെ പുല്ലൊക്കെ വളർത്തി സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് നേരെ വിൻറ്റേജ് കാർ കാണാൻ പോകാം. അപ്പോൾ ആ കാണുന്ന ഉമൈദ് ഭവൻ്റെ പാലസിൻ്റെ ബാക്ക് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജോധ്പൂർ എയർപോർട്ട് കാണാം കേട്ടോ.
ആ കാണുന്ന കുറേ പ്ലെയിൻ ലാൻഡ് കഴിഞ്ഞാൽ അത് റൺവേ ആണ്. അതേ കാണുന്ന സംഭവം. ഇപ്പോൾ ഒരു ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ഞാൻ അങ്ങോട്ട് കണ്ടേ ഉള്ളൂ. അതാണ് ജോധ്പൂർ എയർപോർട്ട്. ആ ഒരു എയർപോർട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഉമൈദ് ഭവൻ പാലസ് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഉമൈദ് ഭവൻ പാലസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ താഴോട്ട് പോകണം. ഇനി എന്തെങ്കിലും കാണാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ അതെ വിൻറ്റേജ് കാറുകൾ ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. കിഴിലൻ സാധനങ്ങൾ. റോൾസ് റോയ്സ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റുന്നത് അവർ പ്രോപ്പറായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റോൾസ് റോയ്സിൻ്റെ സാധനമാണ് കിടക്കുന്നത് കേട്ടോ. ആൻഡ് ഇത് ഏതാണ്? LMV 1948 വണ്ടിയാണ് കേട്ടോ. ഒരു ലൈറ്റിങ്ങിൻ്റെ ഇത് കാരണം കേട്ടോ. പക്ഷേ എൻ്റെ മോനെ കാടില്ല. ഓ പൊളി. ഇതും കാഡിലാക്ക്. ഓ എൻ്റെ മോനെ കിടക്കുന്ന പോകെ. ഇതേതാണ്? റോഡ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നു. വിക്കറ്റ് റോഡ് മാസ്റ്റർ. ഓ ബെൻസ്. കുറേ വണ്ടി കിടപ്പുണ്ട് ഈ ഒരു സൈഡ്. പക്ഷെ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. പഴയ വിൻറ്റേജ് കാറുകൾ കുറേ കിടപ്പുണ്ട് കേട്ടോ.